السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികൾ, നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന, പലപ്പോഴും നമുക്കിടയിൽ ഒരു പിഴവ് സംഭവിക്കുന്ന, ആ പിഴവ് മൂലം ഒരു കുടുംബത്തിന്റെ ഒരു അടിത്തറ തന്നെ ഇളകുന്ന, അല്ലെങ്കിൽ ഒരു കുടുംബം ആകെ ഛിന്ന ഭിന്നമാകുന്ന ഒരു വലിയ ഒരു മോശപ്പെട്ട സ്വഭാവം, ഒരിക്കലും നമ്മിൽ പാടില്ലാത്തൊരു സ്വഭാവം, പ്രത്യേകിച്ചും മാതാപിതാക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേൾക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും മക്കളെ നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അതിൽ ആൺമക്കൾ നൽകിയവരുണ്ട്, പെൺമക്കൾ നൽകിയവരുണ്ട്. ഈ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അത് പടച്ച റബ്ബ് അവർ ഉദ്ദേശിച്ചവർക്ക് അവൻ കൊടുക്കും. മക്കൾ എന്ന് പറഞ്ഞാൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്ന ഔലാദകും ഹിബത്തുല്ലാഹി ലക്കും. ഹിബത്താണ്, അത് വലിയൊരു ഗിഫ്റ്റാണ്, അത് വലിയൊരു സമ്മാനമാണ്. നമ്മുടെ മക്കൾ എങ്ങനെയാണല്ലോ നമ്മൾ ദ്വാരക്കുന്നത്, അങ്ങനെയല്ലേ? പടച്ച റബ്ബേ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനി. നമ്മുടെ കണ്ണിന്റെ കുളിർമയാവണം മക്കൾ. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ മക്കളെക്കാൾ നമ്മൾ ആ രൂപത്തിലാക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, മക്കളില്ലാത്തവരൊക്കെ അതിന്റെ പ്രയാസം അറിയുകയുള്ളൂ. അപ്പൊ നമുക്ക് മക്കൾ ഉണ്ടാകുമ്പോൾ ആ മക്കളോടുള്ള മാതാപിതാക്കളായ നമ്മുടെ പെരുമാറ്റം അത് വലിയ ശ്രദ്ധയോടുകൂടെയാവും. ഒരിക്കലും അനീതി പ്രവർത്തിക്കാൻ പാടില്ല. നമ്മുടെ മക്കൾക്കിടയിൽ, ആൺമക്കളാവട്ടെ പെൺമക്കളാവട്ടെ, രണ്ട് കൂട്ടക്കാർക്കിടയിൽ അനീതി പ്രവർത്തിക്കുക എന്നത് അത് മോശം സ്വഭാവത്തിൽപ്പെട്ടതാണ്. അത് ചെയ്യാൻ പാടില്ല. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് താക്കീത് വിഷയമാണ്. ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മെ പഠിപ്പിച്ചതും കൂടിയാണ്. എന്താ ഇതിലൂടെയുള്ള വിഷയം? ആൺകുട്ടികൾക്കിടയിലും പെൺകുട്ടികൾക്കിടയിലും, അല്ലെങ്കിൽ ആൺകുട്ടികൾക്കിടയിൽ തന്നെ, അല്ലെങ്കിൽ പെൺകുട്ടികൾക്കിടയിൽ തന്നെ ഇളയവനോട്, അല്ലെങ്കിൽ മൂത്തവനോട്, അല്ലെങ്കിൽ പിന്നെ മധ്യത്തിലുള്ളവനോട്, ചെറിയവളോട്, ഇങ്ങനെയുള്ള ഒരു പിന്നെ വയസ്സ് മാനിച്ചിട്ടോ, അല്ലെങ്കിൽ അവരുടെ മൂത്തവൻ ഇളയവൻ എന്ന രീതിയിലുള്ള ആ ഒരു പരിഗണന വെച്ചുകൊണ്ട് നമ്മൾ ആരോടെങ്കിലും കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുകയോ സ്നേഹം നൽകുകയോ, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ സമ്പത്തിൽ സ്വത്തില്ലെന്ന് അവർക്ക് കൂടുതലായി ഏതെങ്കിലും ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോൾക്ക്, ഏതെങ്കിലും ഒരു മോൾക്ക് കൂടുതൽ കൊടുക്കുക എന്നുള്ളത് ഒരിക്കലും ഉചിതമായ പരിശുദ്ധ ദീൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നല്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. മക്കൾക്കിടയിൽ ഒരിക്കലും നമ്മളെ ഏറ്റവ്യത്യാസം അത് പാടില്ലാത്ത കാര്യമാണ്. എന്താണ് അതിനോടുള്ള ഭവിഷ്യത്ത്? എന്താണ്? അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഒരു മകളോട് കൂടുതലായി നമുക്ക് സ്നേഹവും അനുകമ്പയും വാത്സല്യവും കൂടുതൽ സ്വത്ത് നൽകിയിട്ടും സ്നേഹം നൽകിയിട്ടും ലാളിച്ച് ഓമനിച്ച് കൂടുതൽ പരിഗണിക്കുമ്പോൾ മറ്റുള്ള മക്കൾക്ക് സ്വാഭാവികമായും നമ്മളോട് ചെറിയൊരു പ്രയാസം തോന്നും. അത് മനുഷ്യ സഹജമാണത്. കാരണം എന്താ? ഈ മക്കൾക്ക് എല്ലാവർക്കും ഉള്ള ഉപ്പയാണ് നമ്മൾ. നമുക്ക് 5 മക്കളുണ്ട്, അല്ലെങ്കിൽ 4 മക്കളുണ്ട്, 3 മക്കളുണ്ട്. ഈ മക്കൾക്കെല്ലാം ഉള്ള ഉപ്പയാണ് നമ്മൾ, അല്ലെങ്കിൽ ഈ മക്കൾക്കൊക്കെ ഉള്ള ഉമ്മയാണ് നമ്മൾ. ഇവരോടെല്ലാവരും തുല്യമായി നമ്മൾ പെരുമാറിയിട്ടില്ലെങ്കിൽ പ്രിയരെ, അത് നമ്മുടെ ഒരു കുടുംബ കലഹങ്ങളിലേക്കും, നമ്മുടെ കുടുംബം അത് ഛിന്ന ഭിന്നമാവാൻ, നമ്മുടെ മക്കൾക്കിടയിലുള്ളതായ സ്നേഹമില്ലാതെയാവാൻ. മറ്റേ മകൻ വിചാരിക്കുമ്പോ അവനോടാണല്ലോ ഉപ്പാക്കുമ്പ കൂടുതൽ സ്നേഹം, എന്നോട് സ്നേഹമില്ലല്ലോ, സ്വാഭാവികമായി വിട്ടു നിൽക്കും. അല്ലെങ്കിൽ ഒരു മകനും ഒരു മകളുമുണ്ട്, മകളോട് കൂടുതൽ സ്നേഹം തോന്നുന്നു ഉപ്പാക്കും ഉമ്മാക്കും. കൂടുതലായും മോർക്ക് ചെറിയ പ്രയാസം ഉണ്ടാകും. അതല്ലെങ്കിൽ മോർക്ക് നല്ല സമ്പത്തുണ്ട്, അപ്പൊ സമ്പത്തുള്ള മോനോടാ ഉപ്പാക്കും ഉമ്മാക്കും വലിയ താല്പര്യം. അപ്പൊ മോൾക്ക് സ്വാഭാവികമായിട്ട് ഉപ്പാനോടും ഉമ്മാനോടും മനസ്സിലൊരു വിയോജിപ്പും ഒരു പ്രയാസവും. ഇങ്ങനെ മക്കൾ നമ്മളോട് അകലാൻ അത് കാരണമാകുന്നു. അകലുക എന്ന് മാത്രമല്ല, പിന്നീട് അത് വലുതായി ഈ മക്കൾക്കിടയിൽ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ, അവർ തമ്മിൽ അടിപിടി കൂടാൻ അത്
അതൊരു ഹേതുവായി തീരും. ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു മാതാവാണ്, ഒരു പിതാവോ ആണെങ്കിൽ നമുക്ക് ആദ്യമായി ഉണ്ടാകേണ്ട ഒരു ക്വാളിഫിക്കേഷൻ, നമുക്ക് ഉണ്ടാകേണ്ടുന്ന ഒരു ഗുണം, ഒരു സ്വഭാവം, സൽഗുണ സ്വഭാവം എന്നുള്ളത് അത് നീതി, മക്കൾക്കിടയിൽ നീതി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതിന് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. നമ്മുടെ ദുന്യവിയായ ലോകത്തും മറ്റുമൊക്കെയും നമുക്കത് പരാജയപ്പെടാൻ കാരണമായി തീരും. കാരണം എന്തെന്നല്ലേ, ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു സ്വഹാബി വരികൻ. ഹദീസിൽ ഇങ്ങനെയാണ്, അനി നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുമ, ബഹുമാനപ്പെട്ട നുഅ്മാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന അബാഹു അതാബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് നുഅ്മാൻ എന്നവരുടെ കൈ പിടിച്ചുകൊണ്ട് അവരുടെ പിതാവ് ത്വഹ തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ചെന്നിട്ട് ഫഖാല, ഈ നുഅ്മാൻ എന്നവരുടെ ഉപ്പ ബശീർ എന്നവർ റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് പറഞ്ഞു, ഇന്നി നഹൽതു ബിനി ഹാദാ, ഇന്നി നഹൽതു ബിനി ഹാദാ, ഞാൻ എൻ്റെ ഈ മകൾക്ക് സൗജന്യമായി ഞാൻ നൽകി. ഗുലാമൻ കാനലി, എനിക്കുണ്ടായിരുന്ന ഒരു അടിമയെ ഞാൻ എൻ്റെ ഈ മോൾക്ക് സൗജന്യമായി വെറുതെ കൊടുത്തു എന്ന് പറഞ്ഞു. അടിമ എന്ന് പറഞ്ഞ് നമുക്കറിയാലോ, അത് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ക്യാഷ് കൊടുത്ത് മറ്റുള്ളവർക്ക് അവർക്ക് അടിമ മോചനത്തിനുള്ള ആ മോചിപ്പിക്കുന്നതിനുള്ള പൈസ കൊടുത്തതിന് ശേഷം മറ്റൊരു വ്യക്തിയിൽ നിന്ന് നമ്മൾ വാങ്ങുന്നതാണല്ലോ അടിമ സമ്പ്രദായം. ഇപ്പൊ നമ്മുടെ നാട്ടിലില്ലെങ്കിൽ പോലും. അപ്പൊ അങ്ങനെ ചില അടിമകൾക്ക് വല്ലാത്ത വില ഉണ്ടാവും, ചില അടിമകൾക്ക് ഒരു നോർമൽ വില, അങ്ങനെ പല റേറ്റിലായിരിക്കും അടിമകൾ ഉണ്ടാവുക. ഏതായാലും ഈ ബശീർ എന്നവർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലുള്ളതായ അടിമയെ തന്റെ മകനായ നുഅ്മാൻ എന്നവർക്ക് സൗജന്യമായി കൊടുത്ത വാർത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു. അന്നേരം ഫഖാല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ബശീർ എന്നവരോട് പറഞ്ഞു, അകുല്ല വലദിക നഹൽതഹു മിസ്ല ഹാദാ. ബശീർ എന്നവരോട് മുത്തുനബി ചോദിക്കുകയാണ്, നിങ്ങളുടെ എല്ലാ മക്കൾക്കും നിങ്ങൾ ഇതുപോലെ സൗജന്യമായി കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ തന്നെ നുഅ്മാൻ എന്നവരുടെ പിതാവ് ബശീർ എന്നവർ മറുപടി പറയുകയാണ്, റളിയല്ലാഹു അൻഹുമാ, ലാ, എല്ലാവർക്കും ഇല്ല, അത് ഈ മോൻക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വന്ന സ്വഹാബിയോട് പറയുകയാണ്, നീ നൽകിയ അടിമയെ തിരികെ മേടിക്കണം, തിരിച്ചു മേടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു. പ്രിയരെ, നോക്കണം എത്ര ഗൗരവമാണത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക കുടുംബങ്ങളിലും ഈ മക്കൾക്കിടയിൽ അനീതി പ്രവർത്തിക്കുന്നതുകൊണ്ട് കുടുംബങ്ങൾ ആകെ ഛിന്ന ഭിന്നമാവുകയാണ്. അത് ലവലേശം ബുദ്ധിയുണ്ടെങ്കിൽ ഒരു വീട്ടിലെ മാതാവും പിതാവും കൃത്യമായി ആ കാര്യം വിലയിരുത്തി നീതിപൂർവ്വം കൈകാര്യം ചെയ്യണം. അത് മക്കൾക്ക് സ്വത്ത് വീതിക്കുന്നതിലാണെങ്കിലും സ്നേഹം നൽകുന്നതിലാണെങ്കിലും പരിഗണന കൊടുക്കുന്നതിലാണെങ്കിൽ പോലും പ്രിയരെ, ഒരിക്കലും നമ്മൾ അനീതി പ്രവർത്തിക്കാൻ നമ്മൾ കൂട്ടു നിൽക്കരുത്. അത് അപകടം ചെയ്യും. ആ ഒരു വലിയ സന്ദേശമാണ്. അത് ചെയ്തു പോകരുത്. മക്കൾക്കിടയിൽ നിങ്ങൾ നീതി പ്രവർത്തിക്കണം, തുല്യമായി നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നുള്ള മഹത്തായ സന്ദേശമാണ് ബഹുമാനപ്പെട്ട ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയരെ, അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കുക. മക്കള്, ഞാൻ പറഞ്ഞല്ലോ, ഇന്ന ഔലാദുക്കും ഹിബത്തുല്ലാഹി ലക്കും. അത് ഏത് മകളോ മകനോ ഏതുമാവട്ടെ, ചെറിയവനോ അത് ഇടയിലുള്ളവനോ മൂത്തവനോ സമ്പത്തുള്ളവനോ പാവപ്പെട്ടവനോ ആരുമാവട്ടെ, എല്ലാം നമ്മുടെ മക്കൾ, നമ്മുടെ പിറന്ന മക്കൾ. ആ മക്കളോടെല്ലാം തുല്യമായി നമുക്ക് പെരുമാറാൻ സാധിക്കണം. പ്രിയരെ, അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. മക്കളോടൊക്കെ നീതിപൂർവം തുല്യമായ രീതിയിൽ ഏറ്റക്കുറച്ചിലുകളില്ലാതെ പെരുമാറുവാനും അവരുടെ സ്നേഹം പങ്കുവെക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മക്കൾ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉപകരിക്കുന്ന മക്കളായി അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.